ഇന്നത്തെ കവലപ്രസംഗത്തിൽ പത്മജ വേണുഗോപാലാണ് കത്തിക്കയറുന്നത്. കേൾക്കാം, കാണാം. കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നപ്പോൾ ഞാൻ കണ്ടത് മുഴുവൻ വാർദ്ധക്യം പിടിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയാണ്. ഇനി വരാൻ കേട്ടോ, ഇനി വന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഓരോ ചാനലുകൾ UDF 17, LDF 3, അതായത് BJP ഒന്നുമില്ല, ഇനി അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് പറയാനാണ്. ഇതൊന്നും വിശ്വസിക്കണ്ട. കാരണം കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് വളരെയധികം സംഭവഗതികൾ മാറിയിട്ടുണ്ട്. ഞാൻ ഈ വന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ വളരെയധികം സങ്കടങ്ങളും സ്വാതന്ത്ര്യമില്ലായ്മയും അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എൻ്റെ പിന്നാലെ പണ്ട് പറഞ്ഞ മാതിരി എൻ്റെ പിന്നാലെ വരുവിൻ, നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നാലെ വരുവിൻ, മോദി നിങ്ങളെ കൈ തരും. പടിയായിട്ട് തീർച്ചയായിട്ടും ഈ കേരളം NDA ഭരിക്കുന്ന ഒരു കാലം വരും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ആൾക്കാർക്ക് ഇഷ്ടം. അല്ലാതെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, എല്ലാവരും ഇപ്പോൾ ഇനിയിപ്പോൾ 17 കൂടി കേട്ടോട്ട് ആരും നിലനിൽക്കില്ല. വന്ദേ ഭാരത് NDA ഗവൺമെൻറ് മാതിരിയാണ്. നല്ല എല്ലാ സൗകര്യങ്ങൾ, സമയത്തിനെത്താം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്ന 5ാമത്തെ 6ാമത്തെ കൽക്കരി വണ്ടിയിലാണ്. കാരണം അത് ഓടുമില്ല, ഉള്ളവരെ മുഴുവൻ ഇറങ്ങിപ്പോവുക, ആരും കയറണമില്ല. കുറച്ച് നാളുകളായി മോദിജിയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, അതിൽ ഞാൻ കണ്ടത് എൻ്റെ പിതാവിനെ തന്നെയാണ്. കാരണം എന്തും ചെയ്യാനുള്ള ധൈര്യം, ജനങ്ങൾക്ക് ഉപകാരമാണോ, പിന്നെ വേറെ നോട്ടമൊന്നുമില്ല. അങ്ങനെ ഒരു മനുഷ്യനെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ പെൺമക്കൾക്കും അച്ഛന്മാരോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ അച്ഛൻ്റെ ഒരു ഇത് ആരിൽ കാണണോ അവരോട് നമുക്കൊരു സ്നേഹം തോന്നും. അദ്ദേഹത്തിനോടും എൻ്റെ സഹോദരനോടും എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് അവരുടെ അച്ഛനും അമ്മയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ലല്ലോ, എൻ്റെ അച്ഛനും അമ്മേനെയും പറ്റി പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. കാരണം വല്ലാണ്ട് വേദനിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹമാണ് ഇവിടെ നാട്ടുകാരെ നന്നാക്കാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്നറിയും, ഷാഫിയുള്ള ഇഷ്ടം കൊണ്ടൊന്നുമില്ല. ഷാഫീനെ വെട്ടാൻ വേണ്ടി കോൺഗ്രസ് ഷാഫീനെ ഇവിടെ കൊണ്ടിട്ടു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒതുക്കണം, അപ്പം പാർലമെൻറ്റിൽ നിർത്തും. അതോടെ ഇവിടുന്ന് പോയി കിട്ടില്ല.